رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ടും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ പാലിച്ചും പുലർത്തിയും തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം. ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഅ്മിനീങ്ങളായി ജീവിക്കാനും മുത്തഖീങ്ങളായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ച് വിട്ട സൃഷ്ടിപ്പിന്റെ സവിശേഷതകളെ സംബന്ധിച്ച് നമുക്ക് ധാരാളമായിട്ട് അറിയാം. നമ്മൾ വെറും ഒരു ജന്തു, ഒരു മൃഗമൊന്നുമല്ല, മനുഷ്യരാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടനായ ഉന്നതനായ സൃഷ്ടിയാണ്. എങ്ങനെയാണ് മനുഷ്യർക്ക് ഈ ഔന്നത്യം, ഈ ഉന്നതി കൈവന്നത് എന്ന് ചോദിച്ചാൽ സൃഷ്ടിപ്പിലെ അല്ലാഹു തആല അതങ്ങനെ സംവിധാനിച്ചതാണ്. ബുദ്ധിശക്തി കൊടുത്തു. ബുദ്ധി എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കുള്ള ബുദ്ധിയാണ്, വിശേഷ ബുദ്ധിയാണ്. വിശേഷ ബുദ്ധി, ചിന്താശക്തി, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, ഓർമ്മിച്ചു വെക്കാനുള്ള കഴിവ്, എന്നിട്ടത് ഇങ്ങനെ പുരോഗതിപ്പെടാനും പെടുത്താനുമുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് രേഖപ്പെടുത്തി വെക്കുന്ന കഴിവുള്ളത്. എഴുതി വെക്കുക എന്നത് രേഖപ്പെടുത്തി വെക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചപ്പോൾ മനുഷ്യനെ നൽകിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേകതയായിട്ടും പടച്ച റബ്ബിന്റെ ഒരു വലിയ ഔദാര്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക. അങ്ങനെയാണല്ലോ ഖുർആനിലെ ആദ്യത്തെ വചനം അവതരിച്ചത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അലഖ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഭ്രൂണം എന്നൊക്കെ പറയുന്നതാണ്. ഇഖ്റ വ റബ്ബുക്കൽ അക്രം, പിന്നെയും പറഞ്ഞു വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാണ്, അങ്ങേയറ്റത്തെ ഔദാര്യമുടയവനാണ്. എന്താണ് ഔദാര്യം? ഇവിടെ പറയുന്ന ഔദാര്യം എന്താന്ന് പറയുക, അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് ഉള്ള വിദ്യ പഠിപ്പിച്ചവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, പിന്നെ മനുഷ്യൻ അറിയാത്ത, അതുവഴി മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യന് പേന കൊണ്ടുള്ള വിദ്യ പഠിപ്പിച്ചു. ഇത് റബ്ബ് ചെയ്ത വലിയ ഔദാര്യമാണെന്ന്. ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പൊ പണ്ടുകാലം മുതൽ മനുഷ്യരെ അവർക്ക് കിട്ടിയ അറിവ് അടുത്ത തലമുറകൾക്കൊക്കെ കൈമാറിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ എല്ലിലും തോലിലും അതൊക്കെ അതിന്റെ മുമ്പും മറ്റു പല രൂപത്തിൽ ഒക്കെ കൊത്തിവെച്ച് ആ വിവരങ്ങളൊക്കെ പുതിയ തലമുറക്ക് കിട്ടി. അങ്ങനെയാണ് ഇന്ന് മനുഷ്യ സമൂഹം എത്തിയിട്ടുള്ള ഏതൊരു പുരോഗതിയുടെ നമ്മൾ പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥ, ഇത് ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. ഇതിങ്ങനെ തലമുറകളിലൂടെ കൈമാറി വന്ന അറിവിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയാണ്. ഇതിവിടെയും നിൽക്കൂല. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി ഇങ്ങോട്ട് പോയി കൂടെ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ നമ്മളൊക്കെ
നമ്മളൊക്കെ ഒന്നും അറിയാത്തവരായിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ പഴഞ്ചന്മാരായിട്ടും നമ്മുടെ അറിവുകളൊക്കെ വളരെ പഴയതായിട്ട് മാറുന്ന, നമ്മുടെ ഉപകരണങ്ങളും നമ്മുടെ ഉപയോഗങ്ങളും ഒക്കെ വളരെ പഴകിയതായിട്ട് മാറുന്ന പുതിയ 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 അവസ്ഥയിലേക്ക് മനുഷ്യർ പോകും. ഇങ്ങനെ പോകും മനുഷ്യൻ. നിങ്ങളിങ്ങനെ പുരോഗതിപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, തർക്കബുന്ന തബഖൻ അൻ തബഖ. അതിന്റെ ഒരു അർത്ഥം ഇങ്ങനെയാ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. നിങ്ങളിങ്ങനെ പടിപടിയായി മേലോട്ട് കയറിപ്പോകും, പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കും, പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ പുരോഗതി എല്ലാറ്റിന്റെ അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തിട്ടുള്ള തലച്ചോറാണ്, മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുള്ള കഴിവാണ്. ആ കഴിവുകൾ വളർത്താൻ ആവശ്യമായ, മനുഷ്യന് പുരോഗതിപ്പെടാൻ ആവശ്യമായ ഏറ്റവും വലിയ സംഗതി രേഖപ്പെടുത്താനും സൂക്ഷിക്കാനും കൈമാറാനും പിന്നെ അത് വെച്ച് പിന്നെ പുരോഗതിപ്പെടാനും എങ്ങനെ എന്ന് വെച്ചാൽ പഠിക്കാനും പഠിച്ചത് ഓർത്തു വെക്കാനും സൂക്ഷിച്ചു വെക്കാനും അടുത്ത തലമുറക്ക് കൈമാറാനും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രം കഴിവ് കൊടുത്തു. ഇങ്ങനെ മറ്റു ജന്തുക്കൾക്കൊന്നുമില്ല. അങ്ങനെ മനുഷ്യനേക്കാൾ പഴക്കമുള്ള, ജന്തുശാസ്ത്ര പ്രകാരം മനുഷ്യനേക്കാൾ പഴക്കമുള്ള ജീവികൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ മറ്റു പല കഴിവുകളുള്ളവരാണ്. വലിയ ശക്തിയുണ്ട്, വലിയ വേഗത്തിൽ ഓടാനും ഒരുപാട് കാലം 150 കൊല്ലം 200 കൊല്ലമൊക്കെ ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെയുള്ള കഴിവുകളില്ല. അവരൊക്കെ ഏത് രൂപത്തിൽ എങ്ങനെ ജീവിച്ചുവോ അന്ന് അതുപോലെ ഇപ്പോഴും ജീവിക്കാം. പണ്ടങ്ങാണ്ട് എങ്ങനെ ആന ജീവിച്ചോ പോലെ ആന ഇപ്പോഴും അങ്ങനെ തന്നെ, തിമിംഗലം എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ, പാമ്പ് എങ്ങനെ ജീവിച്ചോ അങ്ങനെ, സിംഹം എങ്ങനെ ജീവിച്ചോ, വലുതോ ചെറുതൊക്കെ രാജാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരന്റെ ജീവിതം അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല. പക്ഷെ മനുഷ്യർ അന്ന് ജീവിച്ച പോലെയല്ല അന്ന് ജീവിക്കുന്നത്, അന്ന് കഴിച്ചതുപോലെയല്ല കഴിക്കുന്നത്, അന്ന് ഉടുത്തതുപോലെയല്ല ഉടുക്കുന്നത്, അന്ന് സഞ്ചരിച്ചതുപോലെയല്ല സഞ്ചരിക്കുന്നത്, അന്ന് താമസിച്ചതുപോലെയല്ല താമസിക്കുന്നത്. ഇത് വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സവിശേഷമായ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന സത്യം നമ്മൾ അറിയാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ, അല്ലെങ്കിൽ ഓർമ്മപ്പെടാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയതാ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ ഏറ്റവും സുന്ദരമായ ഘടന, ആ ഘടനയിൽ ഇതൊക്കെ പെടും. എന്നാൽ രൂപത്തിന്റെ ഘടന മാത്രമല്ല, മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഓരോ മനുഷ്യനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ള കഴിവ് അത് എത്രയാണ് പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യനും സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ തലച്ചോറിൽ നിന്നാണ്, അവിടെ നിന്നാണ് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകല അത്ഭുതങ്ങളും പുറപ്പെട്ടു വന്നത്. ഇത് എല്ലാ മനുഷ്യരുടെയും തലച്ചോറാണോ? അല്ല, ഏതാനും മനുഷ്യരുടെ തലച്ചോറ് മാത്രം. അപ്പൊ ഓരോ തലമുറയിലും കോടിക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ഈ അത്ഭുതകരമായ തലച്ചോറും വഹിച്ച് ജീവിച്ച് അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. അതൊന്നും പലതും ഉപയോഗപ്പെടുന്നൊന്നുമില്ല. അപ്പോ മനുഷ്യനെ അല്ലാഹു തആല ഈ രൂപത്തിൽ പഠിച്ചില്ലേ, എന്നിട്ട് അതിനെ പഠിക്കാനും ഓർമ്മ വെക്കാനും അത് കൈമാറാനും അല്ലതി അല്ലമ ബിൽ ഖലം അല്ലെ, ഇത് പടച്ച റബ്ബ് മനുഷ്യന് കൊടുത്ത കഴിവാണ്. അപ്പൊ ആ കഴിവും അള്ളാഹുവിന്റെ ഔദാര്യവും, ആ ഔദാര്യവും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച എല്ലാ വഴികളിലൂടെയും മാർഗത്തിലൂടെയും നമുക്ക് പുരോഗതിപ്പെടാം. മനുഷ്യൻ പുരോഗതിപ്പെടാൻ പാടുണ്ടോ ദുനിയാവിൽ? മനുഷ്യൻ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുണ്ടോ? വെറും പരലോകത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടൂ. ദുനിയാവിൽ പുരോഗതിപ്പെടുന്നതിനെ കുറിച്ച്, ഇവിടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഇവിടെ സാമൂഹ്യമായ അവസ്ഥ മെച്ചപ്പെടുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് തെറ്റാണോ? അല്ലല്ലോ, തെറ്റല്ലെന്ന് മാത്രമല്ല അതും കൂടിയാണല്ലോ. ദുനിയാവും കൂടി നമുക്കുള്ളതാണല്ലോ. വബിത്തഖ് ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസു നസീബക മിനദ് ദുനിയ. അല്ലാഹ് നൽകിയ വിഭവങ്ങൾ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചോളി, പക്ഷെ ദുനിയാവിലെ വിഹിതം മറക്കണ്ട എന്ന് പറഞ്ഞു. വലാ തൻസു നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ നിനക്കുള്ള നസീബുണ്ട്, ദുനിയാവിൽ നിനക്കൊരു ജീവിതമുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ് എന്ന് വേറെ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവന്റെ അടിയാറുകൾക്ക് ഭൂമിയിൽ അനുവദിച്ചു കൊടുത്ത നല്ല കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കാൻ ആരാ ഉള്ളതെന്ന്. അത് വിഭവങ്ങളിലും അതുപോലെ തന്നെ ജീവിത മാർഗത്തിലും ജീവിത രീതികളിലും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ദുനിയാവിലും കൂടി ജീവിച്ചിട്ടാണ് നമുക്ക് പരലോകം. അപ്പൊ ഇവിടെ മനുഷ്യന് പുരോഗതിപ്പെടാം, അതൊരു തെറ്റായ കാര്യമല്ല. എന്നല്ല നമ്മൾ പുരോഗതിപ്പെടാം. എപ്പോഴും പറഞ്ഞില്ലേ, നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ തൈ ഉണ്ടെങ്കിൽ നിങ്ങൾ നട്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്മേൽ. നാളെ ലോകം അവസാനിക്കാന്ന് അറിഞ്ഞ് ഈത്തപ്പന കഴിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 20 കൊല്ലം എടുക്കും ഒരു ഈത്തപ്പന മരം കഴിക്കണമെങ്കിൽ, അല്ലെ? അല്ലെങ്കിൽ ഒരുപാട് വർഷം. മത്തം മുളക്കുന്ന പോലെ മുളക്കൂല.
ഉണ്ടാവില്ല, കായ ഉണ്ടാവില്ല. പക്ഷെ ഈത്തപ്പനയാണ് നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഒരു തയ്യാണെങ്കിൽ പോലും അത് മണ്ണിൽ നടണമെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇവിടെ പുരോഗതിപ്പെടാൻ ആവശ്യമായ ഒരു പ്രവർത്തനത്തിൽ നിന്നും അവസാന നിമിഷം വരെ നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. അപ്പൊ പുരോഗതിപ്പെടാം. അപ്പൊ ആ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അങ്ങനെ മുമ്പോട്ട് പോവുക. അങ്ങനെ പണ്ടുകാലം മുതൽ മനുഷ്യരിങ്ങനെ പഠിച്ചു. പക്ഷെ അതിന് ഔപചാരിക രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു വിവരശേഖരണത്തിന്റെ അറിവ് പഠിക്കുന്നതിന്റെ ഔപചാരിക രൂപങ്ങൾ കൈവന്നു. അതായത് പണ്ടുകാലത്ത് മനുഷ്യർ സ്വന്തം നിലക്കൊക്കെ പഠിച്ചു. പിന്നെ കുറച്ച് പുരോഗതി പോയപ്പോൾ ഒരാളെടുത്ത് പോയിട്ട് ഒരു ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവരമുള്ള ഒരാളെടുത്ത് പോയിട്ട് വേറൊരാൾ രണ്ടുപേരൊക്കെ കുത്തിയിരുന്നൊക്കെ സഹവസിച്ചിട്ടൊക്കെ പഠിച്ചു. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഔപചാരികമായ രൂപം രീതികളൊക്കെ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മുടെ പാഠശാലകൾ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അത് സ്കൂളുകളായും കോളേജുകളായും അതുപോലെ തന്നെ ഉന്നത കലാലയങ്ങളായും അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറെ കാലം ഇത് എന്നും ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ രൂപങ്ങളും മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുമ്പോൾ പുരോഗതിപ്പെടുമ്പോൾ ഈ പുരോഗതിയുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് കൈവന്നിട്ടുള്ള എല്ലാ പുരോഗതിയുടെ പുതിയ മാർഗങ്ങളും രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുരോഗതിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പുരോഗതിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ഇന്ന് എന്റെ ഖുതുബയിലെ പോയിന്റ്. നമുക്ക് ഈ ദുനിയാവിൽ നേടാവുന്ന ഒരു പുരോഗതിയും, ഈ ദുനിയാവിൽ ഉണ്ടാക്കാവുന്ന ഒരു നേട്ടവും നല്ല രൂപത്തിൽ, അതിൽ ഒന്നും നമ്മൾ പുറകോട്ട് പോകരുത്. അവസാന നിമിഷം വരെയും ഈ ഭൗതിക ജീവിതത്തിന്റെ പുരോഗതിക്കും നേട്ടത്തിനും വേണ്ടി നമ്മൾ ശ്രമിക്കണം. പക്ഷെ അതോടൊപ്പം പരലോകത്തെ മറക്കരുത്. അതല്ലേ ഇതിനാണ് ഈ ബാലൻസ്. ബാലൻസ്ഡ്, സന്തുലിതമാണ് നമ്മുടെ ദീനിൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയും. അതെന്ന് വെച്ചാൽ അങ്ങനെ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് പുരോഗതിപ്പെട്ട് മുമ്പോട്ട് പോകണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഒരു മത്സരത്തിന്റെ ലോകമാണ്. മത്സരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കഴിവുള്ളവർ മുന്നോട്ട് പോകും. കഴിവ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലുണ്ട്? അറിവിന്റെ അടിസ്ഥാനത്തിലുണ്ടാവുക. കൂടുതൽ അറിവുള്ളവര് കൂടുതൽ കഴിവ് നേടി അവർ കൂടുതലായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ലോകക്രമമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. വലിയ ഒരു മത്സര ഓട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓട്ടത്തില് ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ പുറകിലാണ്. ഇപ്പൊ കുറച്ച് ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ പുറകിലാണ്. മുസ്ലിം സമൂഹം ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇതൊക്കെ കൂടി പറയാൻ കഴിയില്ല. ഒരു കാലത്ത് നമ്മളിങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇന്നിപ്പോ നമ്മളിങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഒരു പിന്നോക്ക അധസ്ഥിത ന്യൂനപക്ഷം ഒക്കെ ആയിട്ട് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിയെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാത്തയിടത്തും നമുക്ക് ഈ പറഞ്ഞ ലോകത്തിന്റെ മൊത്തത്തിൽ നിലവാരത്തെ നോക്കിയാൽ ഒന്നോ രണ്ടോ ഇടങ്ങൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ പറ്റാത്ത വിധം വിവരത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മൾ പുറകിലാണ്. എങ്ങനെ ആ പുറകോട്ട് പോയി എന്നതിനെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. വിവരത്തിന്റെ അറിവിന്റെ പ്രാധാന്യത്തെ നമ്മൾ തെറ്റായി മനസ്സിലാക്കി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അറിവ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ കളഞ്ഞിട്ടില്ല. പക്ഷെ അറിവ് പഠിക്കുക എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഏതാനും നമ്മുടെ കുറച്ച് കിതാബുകൾ, കുറച്ച് ഫിഖ് ഗ്രന്ഥങ്ങളും മസലകളും പഠിക്കൽ മാത്രമാണ് അറിവ് പഠിക്കലെന്ന് നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അറിവ് പഠിക്കണം, ഇൽമു പഠിക്കുക. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അറിവ് ശേഖരിക്കൽ ഓരോ മുസ്ലിമിനും അനിവാര്യമാണെന്ന് പറഞ്ഞു. ആണായാലും പെണ്ണായാലും നിർബന്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ അറിവ് എന്ന് പറഞ്ഞത് പറഞ്ഞെടുത്താണ് നമുക്ക് തെറ്റിയത്, അല്ലെങ്കിൽ നമ്മളെ നയിച്ചവർക്ക് തെറ്റിയത്. ബോധപൂർവമായിരിക്കില്ല, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. പക്ഷെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഖ് പഠിക്കുക, കിതാബ് പഠിക്കുക. അത് ഏതാനും ചില അറബിയിലുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മാത്രം പഠിക്കലാണ് അറിവ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പഠിക്കുക. അതിനപ്പുറത്തേക്ക് അതിന്റെ പ്രാധാന്യത്തെ പോലും അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അതൊന്നും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല, നമുക്ക് ഇത് മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോലെ. ഇത് ലോകാടിസ്ഥാനത്തിൽ ഇതൊരു വ്യതിചലനമാണ് സംഭവിച്ചത്. വ്യതിചലനമാണ് ഉണ്ടായത്. അത് ഇസ്ലാമിക ഉമ്മത്ത് ലോകത്ത് ഒരു കാലത്ത് നയിക്കുകയും ഭരിക്കുകയും നൂറ്റാണ്ടുകൾ നയിക്കുകയും ഭരിക്കുകയും ചെയ്ത സമൂഹം നമുക്കറിയാം. പാശ്ചാത്യ ലോകത്തിന് വരെ വഴി കാണിച്ച, നമ്മളൊക്കെ കേട്ടതും പറഞ്ഞു നോക്കിയാണ് ഒരുപാട്. പാശ്ചാത്യ ലോകത്തിന് വരെ വഴി കാണിച്ച ഒരു സമൂഹം, അറിവിന്റെ എല്ലാ അടിത്തറകളും ഒരുക്കി കൊടുത്തൊരു സമൂഹം പിന്നെ പുറകോട്ട് വഹിക്കാം. അതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന്
മുന്നോട്ട് പോയ ഈ മത്സരത്തിൽ മുന്നോട്ട് പോയ അറിവിന്റെ അടിസ്ഥാനത്തിൽ കഴിവുകൾ നേടിയ ആളുകൾ മുന്നോട്ട് പോയിട്ട് അവര് നമ്മളെ ഇന്ന് അന്യായമായ രൂപത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭൗതികമായ എല്ലാ കഴിവും അറിവും ഒക്കെ നേടി വലിയ ആയുധങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയ ആളുകൾ അല്ലെ, അവരുടെ ഭീഷണിയെ നേരിടാൻ നമുക്ക് കഴിയില്ല. മറ്റു കുറച്ച് ആളുകളുടെ അടുത്തൊക്കെ ഉള്ളത് ഇവര് കൊടുത്ത് ഇവര് പ്രവർത്തിപ്പിക്കാൻ ആളെയും കൂടി വിട്ടയച്ചു മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ട ചില സംഗതികളാണ് അവിടെ ഇവിടെയൊക്കെ കണ്ടത് അല്ലെ. ഇപ്പൊ നമ്മൾ ഇറാന്റെ കാര്യത്തിലും മറ്റൊക്കെ ഗസയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ അവര് സ്വന്തമായിട്ട് ചെറിയ ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ, ഇല്ലെങ്കിൽ ആകെ കൂടി വാരി പൊടിച്ചിട്ട് മൂക്കിൽ വലിക്കുന്ന അവസ്ഥ ഉണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി, അറിവ്, വിവരം, വിദ്യാഭ്യാസം അതൊക്കെ അവിടെ. നമ്മുടെ എൽമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ കിതാബ് മാത്രം പഠിക്കലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? അല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വിവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യരാണോ? വിദ്യാഭ്യാസമുള്ളവരും തുല്യനാണോ? നല്ലോണം പഠിച്ചവരും പഠിക്കാത്തവരും തുല്യനാണോ? നല്ലോണം പഠിച്ചിട്ട് ആ രൂപത്തിൽ മുമ്പോട്ട് പോയവൻ അവന്റെ അവസ്ഥയും ആ വഴിക്കേ പോവാത്തവന്റെ അവസ്ഥയും തുല്യമാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച അറിവുള്ളവനും അറിവില്ലാത്തവനും പഠിച്ചവനും പഠിക്കാത്തവനും തുല്യരാകുമോ? ആവുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഖുർആന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹം തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമുക്ക് മാറണം. നമ്മൾ ആഗോളാടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ട് പ്രാദേശികമായിട്ട് പ്രവർത്തിക്കണം. നമ്മളൊന്നാമതായിട്ട് മാറണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്, നമ്മുടെ വാർഡ്, നമ്മുടെ ക്ലസ്റ്റർ, നമ്മുടെ മഹല്ല്, ഇതൊക്കെ ഇവിടുന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക. എന്തിനു മാറ്റം? പരമാവധി അറിവ്, വിവരം, വിദ്യാഭ്യാസം, എന്നിട്ട് ഉയർന്നു വളർന്ന് നല്ല നിലയിലെത്തുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ളവരെയും അറിവുള്ളവരെയും അല്ലാഹു തആല പദവികളാൽ ഉയർത്തും. ആ ഉയർന്ന പദവിയിലേക്ക് നമുക്ക് എത്തണം. അതിനെന്ത് വേണം? പ്രിയപ്പെട്ടവരെ, പഠിക്കണം. അപ്പൊ എന്തിനാ ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ ഒരു സമയം, അത് നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പോകുന്ന, പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാൻ പോകുന്ന ഒക്കെ ഒരു കാലമാണ് നമ്മളിപ്പോ. അപ്പൊ ഈ സമയത്ത് വിവരത്തിന്റെ, അറിവിന്റെ പ്രാധാന്യം പരമാവധി പഠിക്കണം. നമ്മുടെ കുട്ടികൾ ഞാൻ എന്നും പറയുന്ന ഒരു സംഗതി ഉള്ളത്, അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരെല്ലാം കഴിഞ്ഞ് എല്ലാം മനസ്സിലാക്കി എല്ലാം അങ്ങനെ ആയിരിക്കില്ല. നമ്മളൊക്കെ ആ പ്രായത്തിൽ അങ്ങനെ, നമ്മളൊക്കെ പല പ്രായങ്ങൾ കടന്നു വന്നവരില്ലേ. അപ്പൊ ഓരോ പ്രായത്തിലും നമ്മളൊക്കെ എന്ത് ചിന്തിക്കുന്നു നമുക്കറിയല്ലോ. അപ്പൊ കുട്ടികളെ അവരവരുടേതായ ഇഷ്ടത്തിനും അവരുടെ ഇച്ഛക്കും അങ്ങനെ വിടാതെ അവരെ കൃത്യമായി ഗൈഡ് ചെയ്യണം. അവർക്ക് മാർഗദർശനം കൊടുത്ത്, അവർക്ക് വഴി കാണിച്ച്, അവരെ ചേർത്ത് നിർത്തി, അവരെ കൂട്ടി മുന്നോട്ട് പോയിട്ട് നല്ല അവസ്ഥയിലേക്ക്, ഉയർന്ന വിവരവും വിദ്യാഭ്യാസവും കൈവരിക്കാൻ ആവശ്യമായ എല്ലാ പ്രേരണയും പ്രോത്സാഹനവും അവർക്ക് നൽകി സാധ്യമായ അത്രയും അതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ എത്രയൊക്കെ സംഗതികൾ ആ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസം നേടാൻ പറ്റുന്നതിന്റെ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട നമ്മുടെ ആളുകൾ, സംവിധാനമുണ്ട്. നമ്മുടെ മഹല്ല്, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് എന്നൊക്കെ പറഞ്ഞ സംഗതി അതാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെടുത്തുക, എന്നിട്ട് അവരത്ര ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുക. അതിനാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ പരമാവധി പഠിച്ചുയർന്ന് വളർന്ന് നല്ല അവസ്ഥയിലേക്ക് എത്തണം. നമുക്ക് അറിവാണ് പ്രധാനം. അറിവ് അഗ്നിയാണ്. അറിവ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനം എന്ന് പറയുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നല്ലേ. എല്ലാ ധനത്തെക്കാളും, എല്ലാ മുതലിനേക്കാളും വലിയ മുതല് അത് വിദ്യാഭ്യാസമാണ് എന്ന് പണ്ടുള്ളവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അങ്ങനത്തെ ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോവില്ല. അപ്പോൾ പുതിയൊരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ നല്ല ആവേശത്തോടുകൂടി പറഞ്ഞു ഒരുക്കി തയ്യാറാക്കി വിടുക. ലക്ഷ്യം ഇതായിരിക്കണം. എത്രത്തോളം പഠിക്കാൻ പറ്റും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിപ്പിച്ച് ഉയർന്ന അവസ്ഥ, സാമൂഹ്യ അവസ്ഥ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഒരു മത്സരത്തിന്റെ കാലമാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു വലിയ വെല്ലുവിളി നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ഒരു വെല്ലുവിളി, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. എന്നുവെച്ചാൽ ഒരു വംശീയ ഉന്മൂലനത്തിന്റെ, എന്താ പറയാ, അരികുവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ജീവിതം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഈ ഉമ്മത്തിന് അല്ലെ. അപ്പൊ നമുക്കിതിനെയൊക്കെ നേരിടണമെങ്കിൽ നന്നായി പഠിച്ചുയർന്ന് വളർന്ന്
ഉന്നതമായ സ്ഥാനങ്ങളിലും പൊസിഷനുകളിലൊക്കെ നമ്മൾ എത്തണം. താക്കോൽ സ്ഥാനങ്ങൾ എന്നൊക്കെ പറയും, കീ പോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അവിടങ്ങളിലൊക്കെ നമ്മൾ എത്തി, നമ്മുടെ ആളുകൾ എത്തി, നമ്മുടെ നില സാമൂഹ്യമായി കൂടി ഭദ്രമാകണം. നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിന് വിഭജനമില്ല. ഞാൻ പറഞ്ഞില്ലേ, അറിവ് എന്ന് പറഞ്ഞാൽ കേവലമായ ഖുർആൻ പഠനമല്ല, ഫിഖ്ഹ് പഠനമല്ല, ഹദീസ് പഠനം മാത്രമല്ല. അതോടൊപ്പം അറിവ് എന്ന് പറയുന്നത് കേവലമായ സയൻസും ടെക്നോളജിയും അതും മാത്സും കണക്കും അതുമാത്രം പഠിക്കലല്ല. യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം എന്നാണ് ഒരു മനുഷ്യന് മാന്യനായ ഒരു മനുഷ്യനായിട്ടും ഭൗതികമായി സാധ്യമായിടത്തോളം ജീവിതത്തിൽ ഉയർന്നു വളർന്നു പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി കിട്ടാനാണെന്ന് പറയാം, അതോടൊപ്പം ഒരു നല്ല മനുഷ്യനാവാൻ കൂടിയാണ്. അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെയുണ്ട്, ഒരു ഭാഗത്ത് നമുക്ക് പഠിച്ചുയർന്നു വളർന്നു വലിയ ആളുകളാവുക, മറുഭാഗത്ത് ഒരു നല്ല മനുഷ്യനാവുക. വിവരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഉണ്ടാവേണ്ടത് എന്താ? നല്ല മാന്യനായ ഒരു മനുഷ്യൻ, വ്യക്തി എന്ന നിലക്ക്, ഒരു സമൂഹത്തിലൊരു മെമ്പർ എന്ന നിലക്ക്, ഒരു കുടുംബാംഗം എന്ന നിലക്ക്, ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്ന സംവിധാനം കൂടി ആ വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നത്. അത് പക്ഷേ അതിൽ കുറച്ച് കുറവ് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ രീതിക്കുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട് ആളുകൾ, പക്ഷെ കുറച്ച് കുറവുണ്ട്. അപ്പൊ അതിൽ കൂടി പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദീനീ വിദ്യാഭ്യാസം കൂടി ഇതിന്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാന്നുള്ള ഒരു പ്രത്യേക കാലം വരെയെങ്കിലും ദീനീ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. എന്നിട്ട് അവര് എന്താണ് നന്മ, എന്താണ് മൂല്യം, എന്താണ് സത്യസന്ധത, വിശ്വസ്തത, ധർമ്മം, നീതി, അതുപോലെ തന്നെ സമസൃഷ്ടി, സ്നേഹം, കാരുണ്യം, അല്ലെ, ഇങ്ങനെയുള്ള മാനുഷിക ഗുണങ്ങൾ, മാതാപിതാക്കളും മക്കളോടുള്ള കടമകൾ, ബന്ധങ്ങളുടെ പവിത്രത, പടച്ച റബ്ബിനോടുള്ള മനുഷ്യൻ എന്ന നിലക്ക്, സൃഷ്ടി എന്ന നിലക്ക് സൃഷ്ടാവിനോടുള്ള കടമകൾ, കടപ്പാടുകൾ ഒക്കെ അറിയാം. കുറച്ച് ഖുർആനൊക്കെ നന്നായിട്ട് ഓതാൻ അറിയുന്ന, ഹദീസ് അറിയുന്ന, അല്പം അറിയുന്ന, അല്ലെ. ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അഥവാ നാളെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒന്ന് ഇമാമ നിൽക്കാൻ, അല്ലെ, ആ വാപ്പാക്ക് വേണ്ടി ഒന്ന് ഇമാമ നിൽക്കാൻ, ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മോനും മോളും ഒക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെയല്ല, ഇതിന്റെ സന്തുലിതത്വം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ സമയം തന്നെയാണ് നമ്മുടെ മദ്രസകളൊക്കെ തുറക്കാൻ പോകുന്ന സമയം. അതിനെക്കുറിച്ചൊക്കെ വിവരം നിങ്ങൾക്കുണ്ടാകും, ഇനി ഇവിടെയൊക്കെ പറയായിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ സന്തുലിതത്വം, ഈ സമന്വയം നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾ ദീനും പഠിച്ചിരിക്കണം, ഭൗതികമായും പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ച് ഉയർന്നു വളർന്നു മുമ്പോട്ട് പോകണം. അതിനുവേണ്ടി നല്ല ശ്രദ്ധ നമ്മൾ കൊടുക്കണം. അതിനെ അവഗണിക്കരുത്. അതിനെ അവഗണിച്ചാൽ നമ്മൾ ഖേദിക്കും. ദീനി വിജ്ഞാനത്തെ അവഗണിച്ചാൽ പിന്നെ നമ്മൾ ഖേദിക്കും. ആ ഖേദത്തിന് പിന്നെ പരിഹാരം ഉണ്ടാവില്ല. ഈ കുട്ടികളും നാളെ നമുക്കെതിരെ സാക്ഷി പറയും, നമുക്ക് അള്ളാന്റെ മുമ്പിൽ ന്യായം പറയാനുണ്ടാവില്ല. അപ്പോ രണ്ടും ഒരുപോലെ ആവശ്യത്തിന് അതും ഇതും കൂടെ കൊടുത്തിട്ട് നമ്മുടെ മക്കളെ വളരെ കരുതലോടെ ജാഗ്രതയോടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മഹല്ലിന്റെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് എന്നിവിടെ പറയണമെന്ന് പ്രത്യേകം നമ്മുടെ കമ്മിറ്റിയുടെ ഒരു തീരുമാനമുണ്ട്. അതായത് നമ്മൾ മഹല്ല് 32 വർഷം മുമ്പ് ഈ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു ബേസ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മഹല്ല് സ്ഥാപിച്ച ഒരു സ്കൂളാണ് നമ്മുടെ LP മോഡൽ സ്കൂൾ എന്ന് പറയുന്നത്. LKG മുതൽ 4ാം ക്ലാസ് വരെ 32 വർഷത്തെ സേവനം. അപ്പൊ ഞാനതിനെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അത് വളരെ നല്ല രൂപത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോ LSS ഒരു പരീക്ഷയിൽ 19 പേര് പങ്കെടുത്തിട്ട് 14 പേര് അതിൽ സ്കോളർഷിപ്പ് നേടി. കഴിഞ്ഞ വർഷം 18 പേര് നേടിയിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നല്ല രൂപത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനം. ഇപ്പൊ നമ്മുടെ മഹല്ല് നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ ആ സംഗതി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ബേസ്, അടിത്തറ ഭദ്രമാക്കുന്ന ഒരു പരിപാടിയാണ്. മാത്രമല്ല ഇപ്പൊ ഈയിടെ ഞാൻ അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. പ്രത്യേകമായ ടാലന്റ് സെർച്ച് എക്സാമിനേഷന്റെ ഒരു പ്രത്യേക പരിപാടി
എന്നിട്ട് അതിലും സംബന്ധിച്ചു അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ സ്വാഗതം പറഞ്ഞുകൊണ്ട് അവിടുത്തെ HM പറഞ്ഞത് IAS ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ കുട്ടികളെ കൊണ്ടുപോകാം. അത് വലിയ സ്വപ്നങ്ങൾ കാണണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു തട്ടുമുട്ടി ഒരു ഡിഗ്രി ഉണ്ടാക്കിയിട്ട് നടക്കുക എന്നല്ല, വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാണ്. അപ്പൊ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ പകർന്നു കൊടുത്ത് അവരെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നൊരു ആ ഒരു ബേസ് അവർക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ട് എന്ന വിവരം നിങ്ങളൊന്ന് അറിയണമെന്ന് നിങ്ങളെ അറിയിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അറിയുന്നവരാണ്, എന്നാൽ പോലും ആ വിവരം അറിയാത്തവരുണ്ടെങ്കിൽ അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇപ്പോൾ ഈദൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ ഉളുഹിയ്യത്തൊക്കെ കഴിഞ്ഞ് വളരെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നല്ലൊരു സന്തോഷത്തിൽ നമ്മൾ ഇരിക്കാൻ ഒരുപാട് അധ്വാനങ്ങളൊക്കെ ആവശ്യമായി വന്നിരുന്നു. ഈദ് നമസ്കാരത്തിലൊക്കെ ആളുകളൊക്കെ പങ്കെടുത്തു. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഈദ് നമസ്കാരം ഉണ്ടായി. അതുപോലെ തന്നെ എന്താ പറയുക ഉളുഹിയ്യത്തിലൊക്കെ വലിയ എല്ലാവരും നല്ല പങ്കാളിത്തം ഉണ്ടായി. ഒരു നാടിന്റെ തന്നെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും നല്ല ഉദാഹരണം അതിലൂടെ കാണിക്കാനൊക്കെ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതിലെന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സംഭവിക്കാം, മനുഷ്യരല്ലേ. അങ്ങനെ വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് അവന്റെ അപാരമായ കാരുണ്യത്താൽ പുറത്തു തരുമാറാകട്ടെ. നന്മയുടെ മാർഗത്തിൽ കൂടുതലായിട്ട് മുന്നേറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗം പലർക്കും ഉണ്ട്. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ അല്ലാഹു തആല അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസ് ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാനാ വമഅവാഹും അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.